നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഷെഡ്യൂള് വലിയ രൂപത്തിൽ ഇത്തവണ വിമർശനങ്ങൾക്ക് വിധേയമായ ഒന്നാണ്. ഇന്ത്യ ദുബായിൽ മാത്രമായിട്ട് കളിക്കുന്നു. അതേസമയം മറ്റ് ടീമുകൾക്ക് വ്യത്യസ്ത വെന്യൂകളിലേക്ക് ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തേണ്ടി വരുന്നു. അത് വലിയ വിമർശനങ്ങൾ വന്നു. മുൻ താരങ്ങൾ അതിൻ്റെ വിമർശനം നടത്തി. ഓസ്ട്രേലിയയുടെ നായകൻ പാറ്റ് കമിൻസ്, അദ്ദേഹം ഈ ICC ചാമ്പ്യൻസ് ട്രോഫി കളിച്ചിട്ടില്ല. അദ്ദേഹം അതിലുള്ള തൻ്റെ എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടൂർണമെൻറ്റ് കളിച്ചു കൊണ്ടിരുന്ന ടീമിലെ താരം തന്നെ ഡേവിഡ് മില്ലർ തന്നെ തുറന്നടിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ താരം ഡേവിഡ് മില്ലർ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ അവർക്ക് ദുബായിൽ ഒരു കളിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ദുബായിലേക്ക് വെറുതെ പോയി മടങ്ങി വരേണ്ടി വന്നു. അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാന മത്സരം കഴിഞ്ഞിട്ട് അവർക്ക് നേരെ ദുബായിലേക്ക് പോകേണ്ടി വന്നു. അഥവാ അവർക്ക് ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിക്കേണ്ടി വന്നാൽ അതിന് പ്രിപ്പറേഷൻ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. എന്നാൽ അവരല്ല, സെമി ഫൈനൽ ഓസ്ട്രേലിയയാണ് കളിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഉടൻ തന്നെ ഒരു 12 മണിക്കൂർ ദുബായിൽ ചിലവഴിക്കാതെ ഉടൻ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും പറക്കേണ്ടി വന്നു. അനാവശ്യമായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കേണ്ടി വരുന്നു. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഡേവിഡ് മില്ലർ. ഇന്നലെ അവരുടെ ന്യൂസിലാൻഡിനെതിരെയുള്ള സെമി ഫൈനൽ മത്സരം, ആ സെമിയിൽ അവർ പരാജയപ്പെട്ടു. ആ പരാജയത്തിന് ശേഷമാണ് ഇപ്പോൾ താരം ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ സെഞ്ചുറി ആ മത്സരത്തിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ശരിയാണ്, അങ്ങോട്ടേക്ക് ഒരു മണിക്കൂറും 40 മിനിറ്റിൻ്റെ ഫ്ലൈറ്റേ ഉള്ളൂ. പക്ഷേ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊട്ടും ഐഡിയലായിട്ടുള്ള കാര്യമല്ല, ഞങ്ങളത് ചെയ്യേണ്ടി വരുന്നു. അതിരാവിലെയും കളിക്ക് ശേഷവും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഫ്ലൈ ചെയ്യേണ്ടി വരുന്നത്. നോക്കുക, ദുബായിലേക്ക് ഞങ്ങൾ എത്തിയത് ഒരു 4 മണിക്കാണ്, വൈകിട്ട് 4 മണിക്ക് 4 PM എന്നിട്ട് രാവിലെ 7:30 തിരിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ പറക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും ഇറ്റ് ഡസൻറ്റ് മേക്ക് ഇറ്റ് നൈസ്. നോക്കുക, 5 hours, ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഫ്ലൂ 5 hours. 5 മണിക്കൂർ യാത്ര ചെയ്യുന്ന പോലെയല്ല, പറക്കുന്ന പോലെയല്ല. നമുക്ക് റിക്കവർ ചെയ്യാനും റീക്യുപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഇനഫ് ടൈമുണ്ട്, ശരിയാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ആൻ ഐഡിയൽ സിറ്റുവേഷൻ. സ്റ്റിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ്. അതേസമയം ഫൈനൽ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഈ രണ്ട് ടീമും, ന്യൂസിലാൻഡ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും, ഇൻക്രെഡിബിൾ ക്വാളിറ്റിയുള്ള ഗുഡ് ടീംസാണ്. ഇന്ത്യ ലോകത്തിന് മുന്നിൽ അവരെത്രത്തോളം ഗുഡായിട്ടുള്ള ടീമാണ് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുകയാണ്. അവർ ഗുഡ് ക്രിക്കറ്റാണ് കുറച്ച് വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സീരിയസ്ലി ഗുഡ് പ്ലെയേഴ്സ് ഉണ്ട്. ഒരു ഗ്രേറ്റ് ഗെയിമാണ് ഫൈനലിൽ നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്. അതേസമയം ഫൈനലിൽ ആരെ പിന്തുണക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒട്ടും മടിയില്ലാതെ മറുപടി പറയുന്നുണ്ട്. ആ വാക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കിയാണ്. ഫൈനലിൽ ആരെ പിന്തുണക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഡേവിഡ് മില്ലറുടെ ഒരു മറുപടി, ഹോണസ്റ്റ്ലി ഞാൻ പറയുകയാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ന്യൂസിലാൻഡിനെ ആയിരിക്കും പിന്തുണക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.